രാജേഷാണ് പയ്യന്നൂരിൽ നിന്നും. ശ്രീ രാജേഷ്, ഇങ്ങനെ ഒരു ദാരുണമായ വാർത്ത ഉണ്ടായത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. അതിന് വീട്ടുകാരും അവരൊക്കെ ഈ സമ്മർദ്ദമാണ് എന്ന് പറയുന്നു, കളക്ടർ പറയുന്നു അങ്ങനെയല്ല എന്നൊക്കെ. പക്ഷേ നമ്മളിതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ ആത്മഹത്യയുടെ കാരണം എന്തായാലും ഈ നിലവിൽ BLOമാർ അനുഭവിക്കേണ്ടി വരുന്നത് വലിയ സമ്മർദ്ദമാണെന്നാണ് ആ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വലിയ സുരക്ഷാ ഭീഷണി കൂടി നേരിടേണ്ട അവസ്ഥയിലാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് പൂർത്തിയാക്കേണ്ട ഒന്നാണോ ഈ SIR? ഞാൻ പയ്യന്നൂര് ഈ അനീഷ് ജോർജ് മരിച്ചെടുത്ത് തന്നെയാണ് ഉള്ള ആൾ തന്നെയാണ്. താങ്കളുടെ നേരിട്ട് അറിയുന്ന ആളാണോ അനീഷ് ജോർജിനെ? നേരിട്ട് അറിയുന്ന ആളാണ്, ചെറുപ്പം മുതലേ അറിയുന്ന ആളാണ്. തൊട്ടടുത്ത് തന്നെ ഉള്ളതാണല്ലേ? തൊട്ടടുത്തുള്ള ആൾ തന്നെയാണ് അനീഷ് ജോർജിന്. എനിക്ക് ശരിക്കും അറിയുന്നതാണ്. അനീഷ് ജോർജിന്റെ അമ്മ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്, നേരിട്ട് ടീച്ചർ, അതും ടീച്ചറാണ്. ശരി. ഇത് മരിക്കാനുള്ള കാരണം ഇതിൽ 2-3 കാര്യങ്ങളുണ്ട് സാറേ. അങ്ങനെ ഈ പിന്നെ എല്ലാവർക്കും ഈ കാങ്കോള ആലപ്പുഴ പഞ്ചായത്ത്, കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ലയെ കുറിച്ചുള്ള ചരിത്രങ്ങൾ ഇല്ല. കാരണം രാഷ്ട്രീയപരമായിട്ട് ഇവിടെ CPM വല്ലാതെ അക്രമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വല്ലാതെ ഇവർക്ക് പ്രഷർ വല്ലാതെ ഉണ്ട്. ഇപ്പം ഇത് പറഞ്ഞതെന്ന് വെച്ചാല് തൊട്ട അയൽവക്കത്തുള്ള ഒരു ആളെയാണ് കൂട്ടിക്കൊണ്ടുപോയത്. ആ കൂട്ടിക്കൊണ്ട് BLA കോൺഗ്രസിന്റെ ആളാണ്. കോൺഗ്രസിന്റെ ആളെന്ന് വെച്ചാൽ ഇവർ കളിക്കൂട്ടുകാരാണ്, ഒരേ പള്ളിയിൽ പോകുന്നവരാണ്. അപ്പൊ രാഷ്ട്രീയ ബേസിലൊന്നല്ല ഇത് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ പോയപ്പോഴാണ് അവിടെ ഒരു പിന്നെ സംസാര വിഷയം വന്നത്. പിന്നെ രണ്ടാമത് ഉള്ളതെന്ന് വെച്ചാൽ ആ ഏരിയയിൽ തന്നെ കുറച്ച് അന്യ സംസ്ഥാന തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നവർ നേരത്തെ മുതലേ താമസമുണ്ട്. അപ്പൊ അവർക്ക് അവിടെ വോട്ടുണ്ട്. ആ വോട്ട് ഇവൻ അന്വേഷിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അവരെ ശരിയായ ഒരു വോട്ടല്ല, അത് തള്ളാനുള്ള സാധ്യതയുണ്ട് എന്ന് പുറത്ത് റിപ്പോർട്ട് വന്നിരുന്നു ഇവന്റെ നേതൃത്വത്തിൽ തന്നെ. ആ റിപ്പോർട്ട് വരുമ്പോൾ വെച്ചാൽ ഇത് 1ാം വാർഡ് എന്ന് വെച്ചാൽ കുറച്ച് ഈ പ്രാവശ്യം വാർഡ് തെരഞ്ഞെടുപ്പിലായാലും അടുത്ത പ്രാവശ്യമായാലും ഇത് ഒരു ടൈറ്റ് മത്സരം വരുന്ന ഒരു വാർഡും കൂടിയാണ്. അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ വല്ലാത്ത സമ്മർദ്ദമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇവർ ഭീഷണിപ്പെടുത്തി ഇതിനെ വോട്ട് നേടുക എന്നുള്ളതാണ്. എല്ലാവർക്കും മനസ്സിലാവില്ല ഈ നാട്ടിലെ പ്രശ്നം. കാരണം കോൺഗ്രസ് താങ്കൾ പറഞ്ഞത് അവിടെ കടുത്ത മത്സരം നടക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞത് അവിടെ ഒരു പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണെന്ന്. അതെ, അങ്ങനെയല്ല. ഈ പ്രാവശ്യം കുറച്ച് മാർക്സിസ്റ്റുകാർ തന്നെ ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ലാറ്റക്സ് കമ്പനിയൊക്കെ വന്നിട്ട് അതിനെതിരെ ഉള്ള ഒരു പ്രക്ഷോഭം, മാർക്സിസ്റ്റുകാരനെ പാർട്ടിക്കാരനെ സാമ്പത്തികം മേടിച്ചുകൊണ്ടുള്ള അതിന് സപ്പോർട്ട് ചെയ്യുക, കാങ്കോല ആലപ്പുഴ പഞ്ചായത്ത് അതിന് ലൈസൻസ് കൊടുക്കുക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഇതിനെതിരെ ഇവര് വന്ന് ഭീഷണിപ്പെടുത്തുക. ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ ഭീഷണിപ്പെടുത്തിയ എനിക്കറിയാം, ഭീഷണിപ്പെടുത്തുന്ന ആളെ എനിക്കറിയാം. കാരണം എന്ന് വെച്ചാല് ആ ആളാണ് ഇവിടെ എല്ലാത്തിനും വന്ന് ഭീഷണിപ്പെടുത്തുന്നത്. ആ പരിസരത്ത് തന്നെ ആരാണ് അങ്ങനെ താങ്കൾക്ക് അറിയാമെങ്കിൽ ആ പേര് പറയുന്നതിന് തടസ്സമില്ലല്ലോ. ഇല്ലില്ല, ഞാനത് എനിക്കും നാട്ടിൽ ജീവിക്കാനാണ്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഈ കോൺഗ്രസ്സുകാര് ഇപ്പൊ ഇവർക്ക് ഇങ്ങനെയുള്ളവരുടെ പേരുകൾ പരസ്യമായി പറയാൻ തയ്യാറാവുകയാണ് വേണ്ടത്. അവരൊക്കെ നിയമത്തിന് മുന്നിൽ, ശരി, താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അങ്ങനെയുള്ളവരെ നിയമത്തിന് മുന്നിൽ തന്നെ എത്തിക്കണം. സാറേ, ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് ഈ പറഞ്ഞ കോൺഗ്രസ്സുകാർ പോലും ഇത് ഡിജിറ്റൽ തെളിവടക്കം പുറത്തു വിടാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഇവർക്ക് ജീവിക്കേണ്ടതാണ്. ഇവിടെ സാർ അറിയോ, ഇവിടെ ടാറ് ചെയ്തിട്ട് അത് 2-3 ആഴ്ചയായി അത് ഉദ്ഘാടനം ചെയ്തില്ല. അപ്പോൾ ഒരാള് ആ വഴി കൂടെ അവന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അത്യാവശ്യമായിട്ട് പോയി, ബൈക്ക് എടുത്ത് പോയതിന് അവനെ അന്ന് രാത്രി അവനെ തല്ലിയവനാ, വീട്ടിൽ കയറി തല്ലിയവനാണ്. കാരണം ഉദ്ഘാടനം കഴിയാത്ത റോഡിൽ കൂടെ വണ്ടി പോയി എന്ന് പറഞ്ഞിട്ട്. അറിയാം, അങ്ങനത്തെ സ്ഥലമാണ് ഇത്. ഇവിടുന്നല്ല, ഈ ഇവർ കൊട്ടേഷൻ ടീമൊക്കെ പുറത്തുനിന്ന് വരുന്നവരാണ്. ചീറ്റ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ. ആ സ്ഥലത്ത് നിന്ന് കണ്ണൂർ ജില്ലയിൽ ഇവിടെ ഈ കരിവള്ളൂർ പെരളം പഞ്ചായത്ത് അവിടെ ഭാഗത്ത് ചീറ്റ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് കൊട്ടേഷൻ ടീമിനെ വന്ന് ഇവിടെ കൊണ്ടിറക്കി. അവരാണ് ഒരു 10 വർഷം മുമ്പ് ഒരു BJP പ്രവർത്തകൻ ഇവിടെ പിന്നെ കൊടി ഉയർത്തിയതിന് അയാളെ കാല് വെട്ടിയ ആൾക്കാരാണ് ഇവര്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് പുറത്തു പറയാൻ. രാജേഷ്, ഏത് പാർട്ടിക്കാരായാലും ഇത്തരം ഗുണ്ടായുസം കാണിക്കുന്നെങ്കിൽ അവർക്കെതിരെ അതിശക്തമായി തന്നെ നിയമ നടപടികൾ സ്വീകരിക്കുകയും നിയമത്തിന്റെ വഴിയിൽ തന്നെ ഇവരെ നേരിടുകയും ഒക്കെ അല്ലേ വേണ്ടത്? നിയമത്തിന്റെ മുന്നിൽ നമുക്ക് നിയമം എന്നത് നമുക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കില്ല. നമുക്ക് വീട്ടിൽ നിൽക്കേണ്ട ആളാണ്. നമ്മളെ വീട്ടുകാരെ ആക്രമിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവരെ ഹർത്താല് വരുമ്പോൾ ഒരാൾ ഒരു 300 മരം ടാപ്പ് ചെയ്ത് ഇട്ടതിന് അയാളെ 300 മരത്തിൽ പാലും കളഞ്ഞ് റബ്ബറും ചിരട്ടയും എല്ലാം വെട്ടിമുറിച്ച് 10-500 വാഴയുണ്ടായത് വെട്ടിമുറിച്ചു. ഇവർക്കെതിരെ ആരെന്ത് സംസാരിച്ചു കഴിഞ്ഞാലും ഇവര് പിന്നെ അവരെ ഇന്നലെയല്ല ഞാൻ പറയുന്നത്. അങ്ങനെ അക്രമം ഉള്ള ഒരു സ്ഥലമാണ് ഈ കാങ്കോല ആലപ്പുഴ പഞ്ചായത്ത്. ഇപ്പൊ ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ സംഭവം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ അത് വലിയ വാർത്തയാവുകയും ഒക്കെ ചെയ്യില്ലേ സാറ്? ഇവിടെ ഇതൊക്കെ ഉള്ളതാണ്.
ഒരാളും വാർത്തയിൽ പറയൂല, ആരും ഇത് പേടിച്ചിട്ട് ഒന്നും പറയില്ല. അതാണ് അവസ്ഥ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, രാജേഷ്, അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവുമെങ്കിൽ സ്വാഭാവികമായും ആരെങ്കിലും സ്വന്തം മൊബൈലിലെങ്കിലും എടുത്തു കൊടുത്ത് അത് വാർത്തയാക്കി, കേരളത്തിലെ എത്രയോ മാധ്യമങ്ങളുണ്ട്, വാർത്തയാക്കി അത് വലിയ വിഷയമാകില്ലേ? സാർ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാ പറയുന്നത്. ഇവിടെയുള്ള ഒരു വേറൊരു രാഷ്ട്രീയ കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഇവിടുത്തെ ഒന്നും ബൂത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഇരിക്കാനാവില്ല. അവിടുത്തെ നായ്ക്കുറുന്ന പൊടിയിടും. കോൺഗ്രസ്സുകാരൻ ബൂത്ത് ഏജന്റായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അവന്റെ ജനനേന്ദ്രിയം വരെ പിടിച്ച് തിരിച്ച ആൾക്കാരുണ്ട് ഇവിടെ, പാർട്ടിക്കാർ. അറിയോ, അങ്ങനത്തെ ഒരു ഗ്രാമമാണ്. നിങ്ങൾക്കറിയില്ല. ബാക്കിയുള്ളവർക്ക് എങ്ങനെങ്കിലും ജീവിച്ചു. ഒരു BJP പ്രവർത്തകന്റെ കയ്യിൽ ബാഗ് കെട്ടിയിട്ട് അവൻ പോയി കഴിഞ്ഞാൽ അവനെ അന്ന് പൊക്കും. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. നിങ്ങൾക്കൊന്നും ഈ മാധ്യമങ്ങളിലിരുന്നോ ഇല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലിരുന്നോ പറയുന്നവർക്ക് പോലെയല്ല. ഇന്നലെ ഇപ്പം കാങ്കോലാലപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ ഇവിടെയൊക്കെ വന്ന് ഞാൻ ഇവിടെ ജോർജ് മാഷ്. രാജേഷ് ഏതെങ്കിലും പാർട്ടിയുടെ പ്രവർത്തകനാണോ? ഒരു പാർട്ടിയുടെയും പ്രവർത്തനമല്ല. ശരി ശ്രീ രാജേഷ്, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങളൊക്കെ പുറത്തറിയിക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ എന്തായാലും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും മാധ്യമങ്ങളെല്ലാം നൽകും. അത് കഴിഞ്ഞാൽ നിയമ നടപടികളിലേക്ക് പോയാൽ കുറെ കൂടി എളുപ്പമാവും. അത് ചെയ്യണം, അത് അങ്ങനെ ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. ഏത് പാർട്ടിക്കാരൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ ഈ നാട്ടിൽ ഗുണ്ടായിസം കാണിക്കാൻ ആർക്കും അവകാശമില്ല. സാറ് ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കും നിയമങ്ങൾക്കും പോലീസിനും എത്ര നാൾ സുരക്ഷ തരാൻ പറ്റും? ഇവിടുന്ന് ഒരു BJP അങ്ങനെ ഭയപ്പെടുത്തി മനുഷ്യരെയൊക്കെ നിർത്താൻ കഴിയുമോ ശ്രീ രാജേഷ്? അങ്ങനെ ഒരു നിശ്ചിത കാലത്തിനപ്പുറം ആളുകൾ ഇതൊക്കെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് ഉത്തരവാദിത്തം പറയേണ്ടി വരില്ലേ? സാർ, നിങ്ങൾക്ക് പ്രശ്നം കാരണം ഒരാള് എന്നെ തല്ലി എന്ന് പറഞ്ഞ് ഒരാള് അത് സാക്ഷി പറയാൻ പോലും നിൽക്കില്ല. കാരണം നാളെ അവൻ ഇവിടെ ജീവിക്കണം. ശരി, ഓക്കെ. ശ്രീ രാജേഷാണ് പയ്യന്നൂരിൽ നിന്നും സംസാരിച്ചത്. ഇത്തരം കാര്യങ്ങൾ ഏത് പാർട്ടിയായാലും ഗുണ്ടായിസം കാണിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടി കാണിച്ചാൽ കാര്യങ്ങളൊക്കെ പുറത്തു വരികയും അത്തരം കാര്യങ്ങളിൽ നിയമ നടപടികൾ ഉണ്ടാവുകയും ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവുകയും ഒക്കെ വേണ്ടതാണ്. അതങ്ങനെ ആരെയും ഭയന്ന് ജീവിക്കേണ്ടവരല്ല ഒരു പൗരനും. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ SIRന്റെ പേരിൽ BLOമാർ അനുഭവിക്കേണ്ടി വരുന്നത് തീവ്രമായ മാനസിക സമ്മർദ്ദമാണെന്ന പരാതി വ്യാപകമായി വരുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നടപ്പാക്കേണ്ട ഒന്നാണോ ഈ SIR? സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ലല്ലോ സാർ BLOമാർ പ്രവർത്തിക്കുന്നത്. ഈ പയ്യന്നൂർ മാത്രമല്ലല്ലോ, കേരളത്തിലെ ബാക്കി സാറിപ്പോ ഒരുപാട് നിഷേധിക്കുന്നത് കേട്ടു. ആ സുഹൃത്ത് പറയുന്നത് ഞാൻ വടകരയിൽ ജീവിക്കുന്ന എനക്കുണ്ട് സാർ അനുഭവം, ഇവരുടെ തിട്ടൂരം. അപ്പൊ അതൊന്നും ഈ കണ്ണൂർ ജില്ലയിൽ BLO മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാനസികമായത് ഈ സംഗതി ഉദ്ദേശിച്ചതാണ്. കാരണം വടകരയിൽ കഴിഞ്ഞ 2 തവണ ജയിച്ചത്, പാർലമെന്റിലേക്ക് ജയിച്ചത് ഏത് പാർട്ടിക്കാരാണ്? സാറ് ഒന്നാമത്തേൽ എന്താണെന്നറിയോ, സാറിനോട് ഞാൻ ദയവായിട്ട് അപേക്ഷിക്കുന്നത്, ഈ ന്യൂസ് 18 താങ്കൾ ഇവർക്ക് PR പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ പൊതുവേദിയിൽ പ്രതികരിക്കാൻ താങ്കൾ ദയവായിട്ട് അനുവദിക്കണം. ഞാൻ 2-3 പ്രാവശ്യമായി സാറിനോട് എന്റെ പ്രദേശത്ത് എന്റെ അനുഭവമാണ് പറയുന്നത്. താങ്കൾ ഒരു കാര്യം ചെയ്യൂ, കോൺഗ്രസിന്റെ MP മാർ കഴിഞ്ഞ 2-3 തവണയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം, അങ്ങനെ ഒരു സ്ഥലത്ത് അതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കണം. ഞങ്ങളുമല്ല ഈ വടകരയൊക്കെ വന്നിട്ടുള്ള ആളുകളാണ്.